പ്രാധാന്യവും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. BRPയെ കുറിച്ച് അറിയുമ്പോൾ എനിക്ക് വളരെ ചുരുക്കം സന്ദർഭങ്ങളിലെ അദ്ദേഹത്തോട് ഇടപെടാൻ സാധിച്ചിട്ടുള്ളൂ. TCയുടെ ചില പരിപാടികളിൽ അദ്ദേഹം സംബന്ധിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ടി ശ്രീദേവി നിര്യാതയായതിനു ശേഷം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തുടങ്ങിയ സൗത്ത് സോണിൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ധാർമ്മികതയും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നിടത്ത് ആ സംവിധാനങ്ങളൊന്നും പാകപ്പെടുന്നില്ലെങ്കിൽ ഭംഗിയായി പടിയിറങ്ങി വരുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പത്രപ്രവർത്തന മേഖലയിലും അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഇല്ലാതെ തോന്നിയിട്ടുള്ള ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം പടിയിറങ്ങിയിട്ടുണ്ട്. ഏതായാലും ഒന്ന് രണ്ട് പുസ്തകങ്ങൾ ഇവിടെ സ്പർശിച്ചു. ന്യൂസ് റൂമിനെ കുറിച്ച് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് അതിന് ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ അനുഭവക്കുറിപ്പുകൾ എന്നതും ഇവിടെ സ്പർശിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതും അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവനയായി മാധ്യമ ലോകത്തുള്ള വ്യക്തിത്വങ്ങൾക്ക് ഒരു ഉന്മേഷവും ഉയർച്ചയും നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു കാര്യവും കൂടി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരം പത്രപ്രവർത്തന മേഖലയിൽ വലിയ സ്വാധീനം നേടുന്ന ആളുകളുടെ കാലം കുറഞ്ഞു വരുന്ന ഒരു ഘട്ടത്തിലാണ് ബഹുമാനനായ BRP ബാബു സുരേന്ദ്ര പ്രസാദ് ഭാസ്കർ എന്ന് പറയുന്ന അദ്ദേഹം നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ കൂടി ഒരു കാര്യവും കൂടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജീവിത അന്ത്യം വരെ നേരത്തെ ഞാൻ സ്പർശിച്ചു പോയ മൂല്യങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യാതെ ജീവിതത്തെ ശക്തമായി അതിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മഹാ വ്യക്തിത്വമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഫോറം ഫോർ ഡെമോക്രസിയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ ഫോറത്തെ ഇവിടെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഒരു 4-5 വാചകം അതേക്കുറിച്ച് പറയുകയാണ്. 1992 ബാബരി മസ്ജിദിൻ്റെ പതനത്തെ തുടർന്ന് ഇന്ത്യ പകച്ചു നിന്നിരുന്ന ഒരു ഘട്ടത്തിൽ മഹാത്മജിയുടെ മരണത്തിന് ശേഷം മതേതര സെക്യുലർ സ്വഭാവത്തിനേറ്റ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിരുന്നു യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദിൻ്റെ പതനം. കർഷകരുടെ കർമ്മഫലമായി നിലം പരിശാക്കപ്പെട്ടിട്ടുള്ള ബാബരി മസ്ജിദ് അന്ന് ഇന്ത്യ മുഴുവൻ ഇനി എന്ത് എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഡൽഹിയിലുള്ള SM മുനീസ്, ഷെഫി മുനീസ് എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനായിരുന്നു അന്ന് അദ്ദേഹം ഒരുപടി സാമൂഹ്യ സാംസ്കാരിക മനുഷ്യാവകാശ ജൂറി രംഗത്തുള്ള പ്രതിഭകളെ വിളിച്ചു ചേർത്തിട്ട് 1993 ജൂലൈ 11 കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ ഒരു വലിയ യോഗം ചേർന്നിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് FTCA രൂപം കൊള്ളുന്നത്. അതിൻ്റെ ആദ്യ ചെയർമാൻ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ പിന്നെ ജൂറി രംഗത്ത് വളരെയധികം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ജസ്റ്റിസ് VM താർക്കുണ്ടി അവരുകളായിരുന്നു. ആ യോഗത്തിൽ ജസ്റ്റിസ് കൃഷ്ണയ്യരും ഉണ്ടായിരുന്നു. അതുപോലെ വിഖ്യാത പത്രപ്രവർത്തകൻ കുൽദീപ് നയ്യാർ ഉണ്ടായിരുന്നു. ജസ്റ്റിസ് പാഞ്ചോലി ഉണ്ടായിരുന്നു. വലിയ ഒരു അഭിഭാഷകനായിരുന്ന ഗാർഗെ ഉണ്ടായിരുന്നു. ഇങ്ങനെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലൊക്കെ വളരെ വലിയ സ്ഥാനം വഹിക്കുന്ന ആ ആളുകളിൽ നിന്നാണ് ഇത് രൂപം കൊണ്ടിട്ടുള്ളത്. ജനാധിപത്യത്തിനും അതോടൊപ്പം തന്നെ ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് കമ്മ്യൂണൽ അമിറ്റി സാമുദായിക സൗഹാർദ്ദത്തിനും വേണ്ടി നിലകൊണ്ടിട്ടുള്ള ഈ പ്രസ്ഥാനം കേരളത്തിൽ, കണ്ണൂരിൽ, അതുപോലെ തന്നെ കോഴിക്കോടുള്ള നാദാപുരത്ത്, വയനാടിലെ മുത്തങ്ങയിൽ, അതുപോലെ തന്നെ പിന്നെ
മറ്റ് ഒരുപടി സംഗതികൾ. അതോടൊപ്പം തന്നെ ഈ ക്രൈസ്തവ മേഖലയിലെ മലങ്കര സഭയും ഓർത്തഡോക്സ് വിഭാഗവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഇങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മുമ്പിൽ നിന്നിരുന്നത് ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യരായിരുന്നു. വി.ആർ. കൃഷ്ണയ്യരുടെ അസുഖത്തെ തുടർന്ന് വളരെ കുറഞ്ഞ കാലം ജസ്റ്റിസ് കെ.ടി. തോമസ് അവറുകളുണ്ടായിരുന്നു. പിന്നെ കെ. സുകുമാരനാണ് ഉണ്ടായിരുന്നത്, ജസ്റ്റിസ് കെ. സുകുമാരൻ. ഇപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടില്ല. യാത്ര സാധ്യമാവാത്തത് കൊണ്ട്, ദീർഘിച്ച യാത്ര സാധ്യമാവാത്തത് കൊണ്ടാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇവിടെ എത്താൻ കഴിയാതിരുന്നിട്ടുള്ളത്. ഏതായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്ത ആൾ ശക്തമായി അത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്നെയും അവരുടെയൊക്കെ എല്ലാവരുടെയും പേരുകൾ സഹിതം വിശദാംശങ്ങളോടുകൂടി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒരാളുടെയും പേര് പറയാതെ, ഒരാളുടെ പേര് പറഞ്ഞ് മറ്റൊരുടെ പേര് പറയാതിരുന്നാൽ ഒരു മോശമാവുകയില്ല. അതുകൊണ്ട് സാമൂഹ്യ പത്രപ്രവർത്തകൻ ആർ. രാജഗോപാൽ സാർ, എഡിറ്റർ അറ്റ് ലാർജ്, ദി ടെലിഗ്രാഫ്, അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ശ്രീ ബി.ആർ.പി. ഭാസ്കറെ ഞാൻ നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ കൂടുതലും അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നത് അദ്ദേഹം എഴുതിയ ലേഖനങ്ങളും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ന്യൂസ് റൂം എന്ന് പറയുന്ന ഒരു ഓട്ടോബയോഗ്രഫിക്കൽ കളക്ഷൻ ഓഫ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ന്യൂസ് റൂം എന്ന് പറഞ്ഞ ഗ്രന്ഥം. അപ്പോൾ ആ ന്യൂസ് റൂം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൻ്റെ പ്രിഫേസ് ആമുഖത്തിൽ ന്യൂസ് റൂമിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം ഒരു സന്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് ശ്രീ ബി.ആർ.പി. ഭാസ്കർ പത്രപ്രവർത്തനം തുടങ്ങിയത് 1950-കളിലാണ്. 52-ൽ ഹിന്ദു, അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പത്രത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം 1950-കളിൽ പത്രപ്രവർത്തനം തുടങ്ങിയ ഞാൻ ഇന്ന് ഇക്കാലത്ത് ഒരു ശിലായുഗത്തിലോ, ജേർണലിസ്റ്റിനെ സംബന്ധിച്ച് പത്രപ്രവർത്തനെ സംബന്ധിച്ചിടത്തോളം ഒരു ശിലായുഗത്തിലോ അല്ലെങ്കിൽ ഒരു ഡിനോസർ ഏജിൽ നിന്ന് ഞാൻ എന്തെങ്കിലും എഴുതുമ്പോൾ അതിന് എന്ത് റെലവൻസ് ആണ് ഇക്കാലത്ത് ഉണ്ടാകുക എന്നൊരു സന്ദേഹം പ്രകടിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഈ ഓട്ടോബയോഗ്രഫിക്കൽ കളക്ഷൻ തുടങ്ങുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹം അടുത്ത പാരഗ്രാഫ് പറയുന്നുണ്ട്, ജേർണലിസ്റ്റിൽ നിന്ന് പോലെ, അത് ജേർണലിസ്റ്റിൽ മാത്രമല്ല നമ്മുടെ ജീവിത മേഖലയുള്ള ഏത് മേഖലയിലുള്ള പോലെ ചില മൂല്യങ്ങൾ അത് ടൈംലെസ് ആണ്. അതായത് സത്യം, ജസ്റ്റിസ്, ധർമ്മം, ഇങ്ങനെയുള്ള മൂല്യങ്ങൾ അതെപ്പോഴും ടൈംലെസ് ആണ്. എന്നിരുന്നാലും ജേർണലിസം, ഈ ന്യൂസ് റൂം എന്ന് പറഞ്ഞ ഈ കളക്ഷൻ ഓഫ് എസ്സേസ്, അതിനകത്ത് അത് ഒരു ബൃഹത്തായ ഗ്രന്ഥമാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു വളരെ ഒരു കട്ടിയുള്ളൊരു പുസ്തകമാണ്. പക്ഷെ അത് നമ്മൾ വായിക്കാൻ വളരെ എളുപ്പമെന്ന് മാത്രമല്ല, ഓരോ ലേഖനം വായിക്കുമ്പോഴും അത് ഈ സമകാലീനമായിട്ട് എത്രമാത്രം നമുക്ക് ഇൻഎക്സ്ട്രിക്കബിൾ എന്ന് പറയുന്നില്ല, അതായത് അഴിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിൽ ഇഴചേർന്ന് കിടക്കുന്ന അതിൻ്റെ റെലവൻസ് നമ്മൾ വളരെ അത്ഭുതത്തോടെ ഞാൻ വായിച്ച് കാണുകയായിരുന്നു. അപ്പോൾ എല്ലാ കഥകളെക്കുറിച്ച്, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമുക്ക് സമയമില്ല. സമയം അനുസരിച്ച് ഞാൻ ഒന്നോ രണ്ടോ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്, അത് സമകാലീനത എന്തുകൊണ്ടാണ് അതിൻ്റെ റെലവൻസ് എന്നുള്ള കാര്യവും കൂടി നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഒരു കഥയായിട്ട് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സിൻസിയറിറ്റിയും അതിൻ്റെ ഒരു ബിലീവബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് 1952-ലാണ് അദ്ദേഹം ഹിന്ദുവിൽ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്യുന്നത്, ഹിന്ദു പത്രത്തിൽ. അപ്പോൾ ഹിന്ദു പത്രത്തിൽ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്ത് സാധാരണഗതിയിൽ ഒരു വർഷമോ അല്ലെങ്കിൽ 1.5 വർഷമോ ഒക്കെ ട്രെയിനി ആയിരുന്ന ശേഷം അടുത്ത പോസ്റ്റ് സബ് എഡിറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റ്. ഒരു ന്യൂസ് റൂമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജൂനിയറായ പോസ്റ്റാണ് സബ് എഡിറ്റർ. അപ്പോൾ ഏറ്റവും ജൂനിയറായിട്ടുള്ള സബ് എഡിറ്റേഴ്സിന് ഇപ്പോൾ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി ആദ്യമൊക്കെ ഒരു 1-2 വർഷം ഈ ഡിസ്ട്രിക്റ്റ്, നമ്മുടെ ജില്ലകളിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്രയൊന്നും പ്രാധാന്യമല്ലാത്ത, ചിലപ്പോൾ അത് ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് അത് പത്രത്തിൽ പബ്ലിഷ് പോലും ചെയ്യാറില്ല. അങ്ങനെയുള്ള 1-2 കോളത്തിൽ വളരെ ചെറിയ 1-2 പാരഗ്രാഫ് വാർത്തകൾ, അങ്ങനത്തെ വാർത്തകൾ ചെയ്യാനാണ് കൊടുക്കുള്ളൂ. അങ്ങനെ റിസ്ക് കുറവാണെന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം ബി.ആർ.പിക്ക് കിട്ടിയത് ഒരു വാർത്ത, കുടക് എന്ന് പറഞ്ഞ മൈസൂറിൽ കുടക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നൊരു വാർത്തയാണ്. അതായത് അവിടെ ഒരു ബാലിക, 18 വയസ്സായിട്ടുള്ള ബാലിക, ഒരു 18 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി വളരെ നാളുകളായിട്ട് ഭക്ഷണവും ജലവും ഒന്നും, ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, പക്ഷെ മറ്റുള്ളവരെ പോലെ അവർക്ക് യാതൊരു ക്ഷീണവുമില്ല, അവർ വളരെ ഊർജ്ജസ്വലമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊരു വാർത്ത. അപ്പം ഇത് സാധാരണഗതിയിൽ ഒട്ടും വിശ്വാസയോഗ്യമായ വാർത്തയല്ല. പക്ഷെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ സബ് എഡിറ്റർ എന്ന് പറയുന്നത് ഏറ്റവും ജൂനിയർ ആയിട്ട് ഒരു ഡെസ്കിൽ, ന്യൂസ് ഡെസ്കിലുള്ള ഒരു പോസ്റ്റാണ്. അപ്പം അങ്ങനെ സാധാരണഗതിയിൽ സബ് എഡിറ്റേഴ്സ് അങ്ങനെ അവരുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ പലർക്കും ധൈര്യം വരാറില്ല. കാര്യം അന്നൊക്കെ ഈ
നമ്മൾ ഇന്ന് മാധ്യമ സിംഹങ്ങൾ എന്ന് പറയുന്ന അന്തിചർച്ചകരിക്കുന്ന ശരിയായിട്ടുള്ള സിംഹങ്ങളും കടുവകളും ഒരുപാട് ന്യൂസ് റൂമിലുണ്ട്. ന്യൂസ് എഡിറ്റർ എന്ന് പറഞ്ഞൊരു തസ്തികയുണ്ട്. ന്യൂസ് എഡിറ്ററിന് മുമ്പ് ആരും സംസാരിക്കാൻ പോലും ധൈര്യപ്പെടില്ല. കാര്യം എഡിറ്ററെക്കാട്ടി പവർഫുള്ളാണ്. ന്യൂസ് റൂമിനകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ന്യൂസ് എഡിറ്ററാണ്. ഇന്ന് അങ്ങനെ ഒരു തസ്തിക ഉണ്ടോ എന്ന് തന്നെ എനിക്കതിന് പല പത്രങ്ങളിലും ന്യൂസ് എഡിറ്റർ വെറൊരു സൈനക്കൂറായിട്ട് ഒരു സിമ്പലായിട്ട് അത് തന്നെയാണ് പത്രങ്ങളിൽ തകരാനുള്ള ഒരു പ്രധാന കാരണവും തന്നെയാണ്. അതായത് പല ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള പല ചെക്സ് ആൻഡ് ബാലൻസസ് നമ്മൾ തകർത്തുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം ന്യൂസ് എഡിറ്ററിനടുത്ത് ആദ്യം ചീഫ് സബ് തന്നെ ചീഫ് സബ് ഇപ്പം ന്യൂസ് എഡിറ്റർ സിംഹമാണെങ്കിൽ ചീഫ് സബ് കടുവയാണ്. നമുക്ക് നേരെ സംസാരിക്കാൻ പോലും എനിക്ക് ഞാൻ എന്റെ ചീഫ് സബിനായിട്ട് ആദ്യമായിട്ട് നേരിട്ട് സംസാരിക്കുന്ന 1.5 വർഷം കഴിഞ്ഞിട്ടാണ്. അതിനുമുമ്പ് നമുക്ക് അദ്ദേഹം ആംഗ്യം കാണിക്കും. നമ്മൾ കൊടുക്കുന്ന മിക്ക ഹെഡ്ലൈനും തിരുത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിനോദം. അത് നല്ലതാണ്. നമ്മുടെ ഈഗോയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നിനക്കൊന്നും അറിയില്ല എന്ന് അത് തന്നെ ഒരു വലിയൊരു പഠനമാണ്. നമ്മൾ പലപ്പോഴും ഈ കോളേജിലും സ്കൂളിലൊക്കെ പഠിച്ച് നമുക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞാലും നിനക്കൊന്നും അറിയില്ല എന്ന് പഠിപ്പിക്കാനും ടീം വർക്കിന് വേണ്ടി ഏറ്റവും നല്ലൊരു ടാക്ടിക്കുമാണ്. പക്ഷേ VRP ഭാസ്കർ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ വാർത്ത വിശ്വാസയോഗ്യമാണെന്ന് തോന്നുന്നില്ല. അപ്പം ചീഫ് സബ് എഡിറ്റർ സാധാരണ മധ്യ ലെവലിലുള്ള ബ്യൂറോക്രാറ്റ്സ് ചെയ്യുന്നത് പോലെ അതെനിക്കറിയില്ല, നീ ന്യൂസ് എഡിറ്ററിനോട് സംസാരിക്കുന്നവർ അങ്ങോട്ട് തട്ടിയിട്ടു. അപ്പം ഈ ചെറുപ്പക്കാരൻ ഏറ്റവും ജൂനിയർ ന്യൂസ് എഡിറ്ററോട് പുറത്തായിരുന്നു. അപ്പം ന്യൂസ് എഡിറ്റർ ആരാണ് അത് അയച്ചത്? അപ്പം അവരുടെ ഹിന്ദുവിൻ്റെ കൂടെ വളരെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഡിസ്ട്രിക്ട് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, ഇദ്ദേഹം വാർത്ത എഴുതിയത് ശരിയായിരിക്കും, തെറ്റാൻ വഴിയില്ല, യു മസ്റ്റ് പബ്ലിഷ്. അപ്പം ഇന്ന് നിവർത്തിയില്ല. അപ്പോൾ വാർത്ത വന്നു. അന്ന് ഹിന്ദുവിലും മിക്കവാറും പത്രങ്ങളിലും വാർത്തകൾ തന്നെ ഒറ്റ കോളത്തിൽ, ഇന്നത്തെ പോലെ ഈ വെണ്ടയ്ക്ക എന്നൊന്നും സംഭവമില്ല, 8 കോളം അങ്ങനെയില്ല, എല്ലാ വാർത്തയും സിംഗിൾ കോളം വാർത്തയാണ്. പിറ്റേ ദിവസം വന്നു. പക്ഷേ ഇന്ത്യയിലെ പല അന്ന് ഡൽഹിയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന പല പത്രങ്ങളും ആ വാർത്ത പിക്കപ്പ് ചെയ്യുകയും ലണ്ടൻ ടൈംസ് ലണ്ടൻ അത് വളരെ പ്രാധാന്യത്തോടുകൂടി അവരുടെ ഡൽഹി ലേഖകൻ അത് മിറക്കിൾ ഗേൾ എന്നും പറഞ്ഞ അത്ഭുത ബാലിക എന്ന് പറഞ്ഞൊരു വാർത്ത, അത് നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയാം വൈറലാകും പോലെ അന്നത്തെ വൈറലാകാൻ പറ്റും. അന്ന് ലണ്ടൻ ടൈംസ് ഒക്കെ ഇവിടെ 2-3 ദിവസം എടുക്കും അതിന്റെ പേപ്പർ വരുമ്പോൾ. അത് വലിയ വാർത്തയായി. ആളുകൾ ഈ കുഞ്ഞിനെ കാണാൻ വേണ്ടി, കുട്ടിയെ കാണാൻ വേണ്ടി ഈ വീട്ടിലോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭക്ഷ്യക്ഷാമം നടക്കുന്ന 40-കളിലെ ബംഗാൾ ക്ഷാമത്തിന് ശേഷം ഇന്ത്യ മൊത്താകെ വരൾച്ചയും അതിനുശേഷം ഭക്ഷ്യക്ഷാമം നടക്കുന്ന സമയമാണ്. അപ്പോൾ പാർലമെന്റിൽ ഒരു MP ചോദിച്ചു, ഈ വാർത്ത സത്യമാണെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭക്ഷ്യക്ഷാമത്തെ അതൊരു ഉത്തരമല്ലേ എന്നോട്. നമുക്കെല്ലാം ചിരിക്കാം അങ്ങനെയുള്ള. പക്ഷെ അതിനകത്ത് ഒരു ചെറിയൊരു ജനാധിപത്യത്തിന്റെ ഒരു ഭാഗമുണ്ട്. ആലോചിച്ച് നോക്കൂ, ഹിന്ദു ഒരു തമിഴ്നാട്ടിൽ നിന്നൊരു പത്രം ഒരു വാർത്ത പബ്ലിഷ് ചെയ്യുന്നു, മറ്റു പത്രങ്ങൾ അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. അത് പാർലമെന്റ് അത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഒരു MP അത് ഉന്നയിക്കാൻ തയ്യാറാണ്. മാത്രമല്ല പ്രധാനമന്ത്രി നെഹ്റു ഒക്കെ എണീറ്റെന്ന് പറഞ്ഞു, ഞാൻ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ് ഒരു മെഡിക്കൽ ടീമിനെ അയക്കാൻ, നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയാം, അതനുസരിച്ച് ചെയ്യാം. ഇതൊരു വലിയ സംഭവമാണ്. എപ്പോഴാണ് നമ്മുടെ ഓർമ്മയിൽ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ആലോചിച്ചു പ്രധാനമന്ത്രി ഒരു വാർത്ത കണ്ടിട്ട്, പ്രധാനമന്ത്രി പാർലമെന്റിൽ സംസാരിക്കുന്ന തന്നെ മറ്റു കാര്യങ്ങൾക്കാണ്, ഒരു വാർത്ത കണ്ട് അതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ 50-കളുടെ ഒരു ശക്തിയായിരുന്നത് പത്രങ്ങളുടെ ഒരു ശക്തിയായിരുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ജനാധിപത്യത്തിന് വേണ്ടത്. ഒരു വാർത്ത കാണുന്നു, അത് തീർച്ചയായും പരിഹാസ്യമായ വാർത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാനുള്ള ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ ജനാധിപത്യവാദി എന്ന നിലയിൽ നെഹ്റു ഒരു MP അത് ഒരു പ്രശ്നം ഉന്നയിച്ചപ്പോൾ വളരെ സയന്റിഫിക് സ്പിരിറ്റഡ് ആയിട്ടുള്ള സയന്റിഫിക് മൈൻഡായിട്ടുള്ള പ്രൈം മിനിസ്റ്റർ, പക്ഷെ അദ്ദേഹത്തെ പുച്ഛിക്കാതെ നമുക്കത് അന്വേഷിക്കാൻ, അതാണ് ജനാധിപത്യം. അപ്പോൾ അത് എന്നിട്ട് അന്വേഷിക്കുന്നു. തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട. അന്ന് അവര് ഈ ഡോക്ടേഴ്സ് ഈ കുട്ടിയെ കൊണ്ടുവന്ന് ആശുപത്രിയിൽ താമസിപ്പിക്കുന്നു. അന്ന് രാത്രിയായപ്പോൾ ഈ കുട്ടിയുടെ സഹോദരൻ അയാളുടെ ഉടുപ്പിനുള്ളിൽ ആഹാരം ഒളിപ്പിച്ചു വെച്ച് കുട്ടിക്ക് കൊണ്ട് കൊടുക്കുന്നു. അവർ കൈയോടെ പിടിക്കുന്നു. അതൊരു സ്റ്റോറി പൊളിഞ്ഞു. അപ്പൊ സ്റ്റോറി അവിടെ തീർന്നു. പിന്നെ അതിനെക്കുറിച്ച് അപ്പം സത്യാവസ്ഥ മനസ്സിലായി. ഞാനിത് പറയാൻ കാര്യം ഇത് സംഭവിച്ചത് 1952-ലാണ്. ഇതിനുശേഷം നമ്മൾ 2013-ലേക്ക് വരൂ. 2013-ൽ നരേന്ദ്രമോദി ഗുജറാത്ത് ചീഫ് മിനിസ്റ്ററാണ്. പക്ഷെ 2013 ആയപ്പോഴേക്കും നമ്മുടെ ദേശീയ മാധ്യമങ്ങളെല്ലാം ഏതാണ്ട് തീരുമാനിച്ചു ഇദ്ദേഹം തന്നെയായിരിക്കും 2014 നമ്മുടെ പ്രധാനമന്ത്രി. അതിനുവേണ്ടിയുള്ള പണികൾ ഇത് ഒരു 5 വർഷവും 6 വർഷം മുമ്പ് തുടങ്ങിയുള്ള പ്രോജക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ 2011 തൊട്ട് തുടങ്ങിയ ഒരു RSSന്റെ പ്രോജക്റ്റാണ് ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കുക എന്നുള്ള നരേറ്റീവ്. അപ്പോൾ 2013-ൽ ഉത്തരാഖണ്ഡിൽ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നു. ഒരുപാട് ഭക്തജനങ്ങൾ അവിടെ ട്രാപ്ഡ് ആകുന്നു. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് പത്രത്തിന്റെ സൺഡേ എഡിഷൻ, ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് പത്രത്തിന്റെ ഏറ്റവും പ്രചാരമുള്ള എഡിഷൻസ് അവരുടെ സൺഡേ എഡിഷനാണ്, ഏറ്റവും കൂടുതൽ ചെലവാകുന്ന എഡിഷൻ. അന്ന് ഫ്രണ്ട് പേജിൽ ഒരു റിപ്പോർട്ട് വരുന്നു, റാംബോ സ്റ്റൈലിൽ നരേന്ദ്രമോദി 15,000 പിൽഗ്രിംസിനെ ഉത്തരാഖണ്ഡ്, അതായത് കേദാർനാഥിൽ നിന്ന് ഡെറാഡൂണിലേക്ക് 80 ഇന്നോവകളിൽ കൊണ്ടുവരുന്നു. അതിനുശേഷം
എത്രയോ ബസ്സുകളിൽ അവരെ ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്നു. അതായത് നമ്മുടെ സൈന്യവും പ്രധാനമന്ത്രിയും, അന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്, എനിക്ക് തോന്നുന്നു ഉത്തരാഖണ്ഡ് ഭരിക്കുന്നത് കോൺഗ്രസ് ഗവൺമെന്റാണ്, അവരെല്ലാം ഭയന്ന് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഗുജറാത്തിലെ മുഖ്യമന്ത്രി ചെയ്ത ഈ ഒരു അതിസാഹസികമായ ഒരു സംഭവം അത് ഫ്രണ്ട് പേജ് വരുന്നു. 2 ദിവസം കഴിയുമ്പോൾ ഇതേ പത്രത്തിന്റെ ഉള്ളിൽ പേജിൽ, എഡിറ്റ് പേജിൽ, ഇതേ പത്രത്തിൽ ജോലി ചെയ്യുന്ന വളരെ സീനിയർ ആയിട്ടുള്ള എഡിറ്റർ വേറൊരു ലേഖനം, അതായത് ഈ പത്രത്തിന്റെ പേര് പറയാതെ അദ്ദേഹം അറിയുന്നു ഇങ്ങനെ ഒരു വാർത്ത കണ്ടു, അത് എവിടെയാണെന്ന് പറയുന്നില്ല, ഈ പത്രത്തിൽ തന്നെയാണ് അദ്ദേഹം കണ്ടത്, വേറെ ആരും അപ്പോൾ എഴുതിയിട്ടില്ല. അപ്പൊ അദ്ദേഹം ചെറിയൊരു കണക്ക് അങ്ങനെ ചെയ്യുന്നു. അതായത് 80 ഇന്നോവ 15,000 ആളുകൾ, 80 ഇന്നോവയിൽ 15,000 ആളുകളെ കേദാർനാഥിൽ നിന്ന് ഗഡോറിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഏകദേശം 121 റൗണ്ട് ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണം. 7 പേര് വെച്ച് ഇൻക്ലൂഡിംഗ് ഡ്രൈവർ. അങ്ങനെയാണെങ്കിൽ ഏകദേശം 233 മണിക്കൂർ. 233 മണിക്കൂർ മുതൽ ഏകദേശം 24 ദിവസം. 230 മണിക്കൂർ നമ്മൾ ഒരു നിമിഷം അങ്ങോട്ടും ടക്ക് അങ്ങനെ അടിക്കാൻ പറ്റത്തില്ല. കാര്യം പോയിട്ട് ആളിലേക്ക് തരണം. മിനിമം 24 ഡേയ്സ്. അപ്പൊ ഇതാണ് 80 ഇന്നോവയിൽ 24 ദിവസം എടുക്കേണ്ട ജോലിയാണ് നരേന്ദ്രമോദി ഒറ്റ ദിവസം കൊണ്ട് നരേന്ദ്രമോദി സാധിച്ചുവെന്ന് ഈ പത്രം ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ വരുന്നപ്പോൾ ആദ്യം എഴുതിയ ലേഖനം പറഞ്ഞു അതൊരു BJPയുടെ ഒരു വക്താവ് എനിക്ക് പറഞ്ഞതാണ്. അപ്പോൾ പറ്റിയത് ഇപ്പൊ BRP ഭാസ്കർ ഞാൻ പറഞ്ഞ പോലെ ഒരു ഏറ്റവും ജൂനിയറായ ഒരു മനുഷ്യൻ ഇങ്ങനെ അത്ഭുത ബാലിക ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞതുപോലെ ആദ്യം റിപ്പോർട്ടർ ചോദിച്ചില്ല, ബ്യൂറോ ചീഫ് ചോദിച്ചില്ല, ഡെസ്ക് എന്ന് പറയുന്ന അവിടെ ന്യൂസ് എഡിറ്ററോ ചീഫ് സബ് എഡിറ്ററോ അത് കോപ്പി ഹാൻഡിൽ ചെയ്ത സബ് എഡിറ്ററോ ഈ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. ഇത് വെറും ബേസിക് എലിമെന്ററി അരിത്മെറ്റിക് ആണ്, മാത്തമെറ്റിക്സ് അരിത്മെറ്റിക് ആണ്. ഇതുപോലും ചെയ്യാതെ 2013 സ്റ്റോറി പബ്ലിഷ് ചെയ്യുന്നു. നരേന്ദ്രമോദിയുടെ മിത്ത് മേക്കിങ്ങിന്റെ ഒരു ആദ്യത്തെ ചാപ്റ്റർ ആയിരുന്നത്. ഇത് കഴിഞ്ഞ അടുത്ത വർഷമാണ് നമ്മൾ അത്ഭുതകാരിയെ പോലെ അത്ഭുത ബാലനെ കുറിച്ച് കിട്ടുന്നത്. ബാൽ നരേന്ദ്ര എന്ന് പറഞ്ഞ് ഈ കുഞ്ഞു ക്രോക്കഡൈലിനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നു. അമ്മ പറയുന്ന മകനെ അങ്ങനെ ചെയ്യരുത്, ക്രോക്കഡൈലിന്റെ അമ്മയ്ക്ക് എന്ത് ദുഃഖമാണെന്ന് തോന്നുന്നു. ഇദ്ദേഹം വളരെ ദുഃഖചകിതനായി തിരിച്ചു വന്ന് ഈ ക്രോക്കഡൈലിനെ തിരിച്ച് ഫ്രീ ഇതിലോട്ട് വിടുന്നു. അപ്പൊ ഈ മിത്ത് മേക്കിംഗ് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഒരു രാജ്യത്ത് ഈ വർഷം, അതായത് നമ്മൾ ഏറ്റവും 21ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടക്കുന്ന ഈ വർഷം 2 ആഴ്ച മുമ്പ് 3 ആഴ്ച മുമ്പ് ഒരു പ്രധാനമന്ത്രി ഞാൻ നോൺ ബയോളജിക്കൽ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുന്ന ആരാണ്? ഞാൻ നരേന്ദ്രമോദി കുറ്റപ്പെടുത്തില്ല. ഞാൻ കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ പത്രങ്ങളുടെയും നമ്മുടെ മാധ്യമങ്ങളുടെയും മറ്റൊരു ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുന്ന മാധ്യമങ്ങൾ. അപ്പൊ BRP ഭാസ്കർ ഏറ്റവും ജൂനിയറായി ആലോചിച്ചു. ഞാൻ ഹിന്ദു പോലൊരു പത്രം, ഹിന്ദു നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ പറയാനുള്ള നമ്മൾ പഴയ വാക്കുകൾ നമ്മൾ ന്യൂസും കാണുമ്പോൾ തന്നെ വാക്കുകൾ നമ്മൾ ഭയം കൊണ്ട് ഒഴുകി പോകും. അങ്ങനെ ഒരു സ്ഥലത്ത് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള ഒരു വലിയ ലെസണാണ് ഈ മിത്ത് മേക്കിങ്ങിനെ ഷാറ്റർ ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ഇതുപോലെ വേറൊരു കാര്യം, ഒരു എക്സാമ്പിൾ ഉള്ളത്, ഇതും വീണ്ടും ഹിന്ദുവിനെ കുറച്ച് കാണിക്കുക, ഹിന്ദുവിന്റെ കൂടെ മഹത്വമാണ്. അദ്ദേഹം പേര് വെച്ചാണ് ഇതൊക്കെ എഴുതിയത്. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് എല്ലാ പത്രങ്ങളും എല്ലാം നടക്കുന്നത് ഹിന്ദുവിന്റെ കുഴപ്പം കൊണ്ടല്ല. പിന്നീട് ഒരിക്കലും അതിന്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, BRP ഭാസ്കർ കാണിച്ച ധൈര്യത്തിന്റെ ഇമ്പാക്ട് കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി ഈ ന്യൂസ് എഡിറ്റർ, അദ്ദേഹം പോയി സംബന്ധിച്ച ന്യൂസ് എഡിറ്റർ C. രാജഗോപാലാചാര്യയുടെ മകൻ കൃഷ്ണസ്വാമി, വൺ ഓഫ് ദ ഗ്രേറ്റ് ന്യൂസ് എഡിറ്റേഴ്സ് ഇൻ ദ കൺട്രി, എവർ ടൈം, ഓൾ ടൈം. പക്ഷെ മനുഷ്യരല്ലേ, തെറ്റുപറ്റ എല്ലാവർക്കും. അപ്പൊ അങ്ങനെയുള്ള ആരായിട്ട് ആലോചിച്ച് നോക്കി, റെപ്യൂട്ടേഷൻ ഉള്ളപ്പം നമുക്കിപ്പോ തന്നെ നമ്മൾ എലക്ട് ചെയ്ത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഗവേൺ ചെയ്യണം എന്ന് പറഞ്ഞ ആളുകൾക്ക് നമുക്ക് പേടിയാണ്. നമുക്ക് അവരെ കാണുമ്പോൾ നമ്മൾ പഞ്ചപൂച്ച ഉടക്കി എണീറ്റ് നിൽക്കുക, തൊഴുക, അതൊന്നും കുഴപ്പമില്ല, മര്യാദ കാണിക്കുന്നത്. പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കാൻ പേടിയാണ്. പക്ഷെ BRP ഭാസ്കർ ഈ റെപ്യൂട്ടേഷനിലൊന്നും നോക്കാതെയാണ് പോയി ചോദിച്ചത് ആ കാര്യം. അപ്പൊ ഇതുപോലെ തന്നെ ഹിന്ദുവിൽ പിന്നീട് ഒരിക്കൽ ടൈംസ് ഓഫ് ഇന്ത്യ എഡിറ്റർ ഡോമോറേസിന്റെ അച്ഛൻ ഫ്രാങ്ക് മൊറേസ് എന്ന് പറഞ്ഞ, ഹി വാസ് എ very famous editor. ഫ്രാങ്ക് മൊറേസ് നെഹ്റുവിനെ കുറിച്ച്, ഇറ്റ്സ് സെലിബ്രേറ്റഡ് ബയോഗ്രഫി ഓഫ് നെഹ്റുവിനെ കുറിച്ചൊരു ബയോഗ്രഫി എഴുതി. അപ്പൊ അക്കാലത്ത് ഈ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ആദ്യം അത് ബുക്ക് റിലീസ് ചെയ്യുന്ന ഇന്ത്യയുടെ പുറത്തായിരിക്കും. കാര്യം അവിടെ നിന്ന് അച്ചടിച്ച് പിന്നെ ഷിപ്പ് ചെയ്താണ് ഇത് വരാൻ. ഷിപ്പിൽ ഏകദേശം ഒരാഴ്ച 2 ആഴ്ചയൊക്കെ എടുക്കാറുണ്ട്. അപ്പൊ ആദ്യം ബുക്ക് റിലീസ് ചെയ്ത് വാഷിംഗ്ടണിലാണ്. അപ്പൊ അന്ന് ഹിന്ദുവിന്റെ അവിടുത്തെ കറസ്പോണ്ടന്റ് സാധാരണഗതി പുസ്തകം ഇറങ്ങിയോണ്ട് അവരത് വായിച്ചിട്ട് പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതും. അപ്പൊ അദ്ദേഹം പുതുതായിട്ട് പല കാര്യങ്ങളും ഈ പുസ്തകത്ത് ന്യൂ റെവലേഷൻസ് പലതും ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു സ്റ്റോറി എഴുതി. അതും അപ്പൊ ഇത് വേറൊരു നമ്മുടെ ഇന്ത്യൻ റൂൾസിൽ ഇന്നും നടക്കുന്ന ഒരു അപ്പാർത്തൈഡ് തന്നെ പറയണം. അതായത് ഫോറിൻ കറസ്പോണ്ടന്റ് എന്ത് വിഡിത്തവും എന്ത് അബദ്ധം എഴുതിയാലും തിരുത്താൻ നമ്മുടെ ഡെസ്കിന് മടിയാണ്. കാര്യം ഫോറിൻ കറസ്പോണ്ടന്റ് അതൊരു വേറൊരു ഓറയും വേറൊരു ഹാരോയും ആണ് അവർക്ക് പറ്റും. ഇവരുടെ കോപ്പി തൊടത്തില്ല. അതുകൊണ്ട് ഏറ്റവും ജൂനിയറിനെ കൊടുക്കും. കാര്യം വെറുതെ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നതിന് എന്തായാലും ഒരു കോമ ഒരു മാറ്റമില്ല. അവർ എഴുതുന്ന അതുപോലെ വരും. മറ്റുള്ളവരുടെയൊക്കെ തിരുത്തി എഴുതാറുണ്ട് സാധാരണ. ഇപ്പോഴും ആരുടെയും തിരുത്തി എഴുതാറില്ല.
അപ്പം അന്ന് ഇത് വീണ്ടും ഈ ജൂനിയറായ BRP ഭാസ്കറിന്റെ മുമ്പിൽ കോപ്പി വരുന്നു, ഈ സ്റ്റോറി റിപ്പോർട്ട് വരുന്നു. അപ്പോൾ അതിനകത്ത് വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഒരു പുതിയ റെവലേഷൻ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്, നെഹ്റു 47 സ്വാതന്ത്ര്യം കിട്ടുന്ന 2 ദിവസം മുമ്പ് അന്ന് മൗണ്ട് ബാറ്റനെ എനിക്ക് ഗവർണർ മൗണ്ട് ബാറ്റനെ കണ്ടിട്ട് ഒരു കവർ കൊടുത്തു. അപ്പോൾ അതിനകത്ത് ക്യാബിനറ്റ് ലിസ്റ്റാണ്. അപ്പോൾ അത് നെഹ്റു പോയതിനു ശേഷം മൗണ്ട് ബാറ്റൻ കവർ തുറന്നപ്പോൾ അതിനകത്തൊരു ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ. അബദ്ധം പറ്റിയാണോ നെഹ്റു മനഃപൂർവ്വം ചെയ്താണോ നമുക്കറിയില്ല. അതിനെക്കുറിച്ച് ചിലപ്പോൾ ഒരു ബ്യൂറോക്രാറ്റിന് തെറ്റുപറ്റി, PMO തെറ്റുപറ്റിയായിരിക്കും. ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് നഗറ്റ്, ഒരു ചരിത്രത്തിന്റെ നമുക്ക് എപ്പോഴും ഒരു വളരെ കൗതുകം ഉയർത്തുന്ന ഒരു വാർത്തയാണ്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ BRP ഭാസ്കർ ഇത് പുതിയതല്ല, ഞാൻ അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. വീണ്ടും കൃഷ്ണസ്വാമിയുടെ അടുത്ത് ചീഫ് സെക്രട്ടറി എടുത്ത് അവിടെ പോയി പറയുന്നു. കൃഷ്ണസ്വാമി വീണ്ടും പറഞ്ഞു, ഇത് എനിക്കൊണ്ട് ബൽറാം എന്ന ഫോറിൻ കറസ്പോണ്ടന്റ്, ബൽറാമിന് ഇങ്ങനെയുള്ള കാര്യം തെറ്റ് പറ്റത്തില്ല. അത് പക്ഷേ ദിസ് ടൈം പണ്ടത്തെ ഓർമ്മ കൊണ്ടായിരിക്കാം, അത്ഭുത ബാലികയുടെ ആ ഓർമ്മ കൊണ്ടായിരിക്കും. ഭാസ്കർ ഇല്ല, ഞാനിത് വായിച്ചിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ്, ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ട്, പുതിയതല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ ചെയ്യുന്നത് നമ്മൾ പത്ര ഓഫീസർ ലൈബ്രറി പോയി നോക്കാൻ പറയും. ഇപ്പോൾ എത്ര പത്ര ഓഫീസർ ലൈബ്രറി ഉണ്ടെന്ന് പറഞ്ഞാൽ അന്ന് ഹിന്ദുവിൻ്റെ ഗ്രേറ്റ് ലൈബ്രറി. അപ്പോൾ ഇദ്ദേഹം ലൈബ്രറി പോയി. ലൈബ്രറി ചെന്നപ്പോൾ നോക്കി പുസ്തകങ്ങൾ എങ്ങനെ നോക്കിയപ്പോൾ ഈ മിഷൻ വിത്ത് മൗണ്ട് ബാറ്റൻ എന്ന് പറഞ്ഞ് മൗണ്ട് ബാറ്റൻ്റെ ഒരു പ്രസ് അറ്റാഷ് ഉണ്ടായിരുന്നു, അലൻ കാമ്പബിൾ ജോൺസൺ എന്ന് പറഞ്ഞ് മൗണ്ട് ബാറ്റൻ്റെ ഒരു പ്രസ് അറ്റാഷ്. അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് മൗണ്ട് ബാറ്റൻ്റെ കൂടെ ഇയേഴ്സ് വിത്ത് മൗണ്ട് ബാറ്റൻ, അത് മിഷൻ വിത്ത് മൗണ്ട് ബാറ്റൻ. അപ്പോൾ ആ പുസ്തകത്തിനാണ് ഇത് പ്രതിപാദിക്കുന്നുണ്ട് ഈ കഥ. അപ്പം ഭാസ്കർ പെട്ടെന്ന് ഞാൻ ഈ പുസ്തകം പക്ഷെ വായിച്ചിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ ഇതറിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകം ഹിന്ദു പരമ്പരയായിട്ട് ഹിന്ദു പത്രത്തിന്റെ കാര്യമായിട്ടുള്ളതാണ്. അപ്പൊ ഭാസ്കറിന് ഓർമ്മ വരും കാര്യം, ഭാസ്കർ ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് വെച്ചത് അത് വായിക്കുമായിരുന്നു, ഹിന്ദു പത്രം വായിച്ച ആ ഓർമ്മയാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കേണ്ടത്, ഞാൻ വീണ്ടും ആരും കുറ്റം പറയട്ടെ, എനിക്ക് ഇതിനൊക്കെ അർത്ഥം പറ്റിയിട്ടുണ്ട്. ഹിന്ദു പത്രത്തിന്റെ ഫോറിൻ കറസ്പോണ്ടന്റും ഹിന്ദു പത്രത്തിന്റെ ന്യൂസ് എഡിറ്ററും ചീഫ് സബ് എഡിറ്ററും വായിക്കാത്ത കാര്യങ്ങൾ, ഹിന്ദുവിൽ വന്ന കാര്യങ്ങൾ ഇദ്ദേഹം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം സമയത്ത് ഓർമ്മിക്കാനും പറ്റി. അപ്പൊ ഇതൊരു വലിയൊരു കഴിവാണ്. ജേർണലിസ്റ്റിന് കഴിവ് മാത്രം ഒരു ആവശ്യമുണ്ട്. ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചുള്ള വായന എന്നുള്ളത്, റീഡ് എന്നുള്ളൊരു സംഭവം. അത് എത്ര ബോറിംഗ്. ചില കാര്യങ്ങളൊക്കെ, ഉദാഹരണത്തിന് നമ്മുടെ പ്രധാനമന്ത്രി 80 ഇന്റർവ്യൂസ് ആണ്, PTI എണ്ണിട്ട് ഒരു 80 ഇന്റർവ്യൂസ് ആണ് ഈ ഇലക്ഷൻ മുമ്പ്. ഈ 80 ഇന്റർവ്യൂ വായിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കഠിനമായ ക്രൂരതയാണ്. നമുക്ക് ആരുടെ അങ്ങനെ ചെയ്യാൻ പറയാൻ പാടില്ല. ഓരോന്നും 1.5 മണിക്കൂറൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ജോലി അതാണ്, ചെയ്താലേ പറ്റുള്ളൂ, വായിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ വായനാശീലം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ന്യൂസ് റൂമുകൾക്ക് വളരെ വേഗത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് അതിനൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, പക്ഷേ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്, അത് ഞാൻ ഈ കണ്ടംപററി ഒരു പറയുന്ന ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഈ വായന കൊണ്ടുള്ള ഒരു ഗുണമുണ്ടായതെന്ന് വെച്ചാൽ, കർണാടക അസംബ്ലി ഇലക്ഷൻ വന്നു. പെട്ടെന്ന് ആരും കാണാതെ 2 പേരുകൾ കർണാടക റൈറ്റ് വിങ് നാരറ്റീവിൽ പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് ആൾ റൈറ്റ് വിങ് ഈ 2 പേരെ കുറിച്ച്, അതായത് ഊരുഗൗഡ, നാഞ്ചഗൗഡ എന്ന് പറഞ്ഞ 2 ആളുകളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു, ഈ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത് ബ്രിട്ടീഷുകാരാണ് ടിപ്പു സുൽത്താനെ വധിച്ചതെന്നാണ്. അപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെയല്ല, ബ്രിട്ടീഷ് ഭരണത്തിലാണ്, പക്ഷെ ഇവരെ ആക്ച്വലി ഇദ്ദേഹത്തെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളത് ശരിക്കും ഈ 2 വൊക്കലിക ചീഫ്റ്റൻസ് ആണ്. അതായത് ഈ യൂറി ഗൗഡയും നേരത്തെ പറഞ്ഞ മറ്റേ ഗൗഡ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നാഞ്ചഗൗഡ. അപ്പോൾ ഇതാണ്. അപ്പോൾ അതൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ കർണാടകത്തിലെ ചില പ്രത്യേക ഭാഗങ്ങളിൽ കഴിയുന്നത്ര ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇത്. അത് ഈ ചെസ് തമ്പിങ്ങും നിങ്ങളെ കൊന്നു, അങ്ങനെ ഒരു നെഗറ്റീവ് അറിയാമല്ലോ. അപ്പം ഇത് മാത്രമല്ല, അപ്പോൾ പ്രധാനമന്ത്രി ഈ ഏരിയ ഇവർ ജനിച്ചു എന്ന് പറയുന്ന ഏരിയയിൽ ഒരു ഇലക്ഷൻ റാലി അഡ്രസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ ആർച്ച്, കർണാടകത്തിലെ ആർച്ച് സമ്മേളനങ്ങൾ, പൊളിറ്റിക്കൽ സമ്മേളനം ആർച്ച് വലിയ ആർച്ച് കിട്ടും. അങ്ങനെ 4 ആർച്ച്, അത് 3 സാധാരണഗതിയിൽ BJPയുടെ ഐക്കൺസ്. 4ാമത്തെ ആർച്ച് യൂറിഗയുടെയും മറ്റേ ഗൗഡയും കൂടെ, നാഞ്ചഗൗഡയുടെയും പേര് വെച്ചുള്ള ആർച്ചായിരുന്നു. പക്ഷെ അന്ന് പിറ്റേ ദിവസമാണ് മീറ്റിംഗ്. അന്ന് വൈകുന്നേരം ഈദിന എന്ന് ഇതൊരു ജേർണലിസ്റ്റിൽ ഒരു പുതിയൊരു എക്സ്പെരിമെന്റ് ആണ്. കുറെ ചെറുപ്പക്കാരും മറ്റേ ആക്ടിവിസ്റ്റും കൂടെ ചേർന്ന്, ഗൗരി ലങ്കേഷിന്റെ ഒക്കെ ഫ്രണ്ട്സും അവരും കൂടെ ചേർന്ന് തുടങ്ങിയ ഒരു പുതിയൊരു പോർട്ടലാണ്. ഇതിൽ പല ചെറുപ്പക്കാരും ഡെസ്കിലുള്ളവർ ചോദിക്കാൻ തുടങ്ങി, ഞങ്ങൾ ഇവരെ കുറിച്ച് കേട്ടു, ഈ 2 പേരെ കുറിച്ച് നമുക്ക് കേട്ടിട്ടില്ല, ആരാണിവർ? ഇതൊരു വലിയ ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾ നമ്മുടെ പല പത്രങ്ങളിൽ പലപ്പോഴും നമ്മൾ ചോദിക്കുന്നതാണ്, ന്യൂസ് റൂമിൽ ചോദിക്കുന്നില്ല. അപ്പൊ ഈ BRP ഭാസ്കർ ചോദിച്ചു, ഞാനിത് ഇവിടെ കേട്ടിട്ടുണ്ട്, എനിക്ക് അതെവിടെയാണെന്ന് അറിയാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് അറിയണം ആരാണിത്. അങ്ങനെ ഇവർ അക്കാഡമിക്സും ഹിസ്റ്റോറിയൻസും ഒരു 2-3 മണിക്കാണ് ഉച്ചയ്ക്ക് തുടങ്ങിയത് സംശയമാണ്. ഒരു 4-4:30 അവർക്ക് മനസ്സിലായി ഇങ്ങനെ ഇത് ഫിക്ഷണൽ ക്യാരക്ടേഴ്സ്, ഇങ്ങനെ ക്യാരക്ടേഴ്സേ ഇല്ല കർണാടകത്തിലെ ചരിത്രത്തിൽ ആർക്കും ഇവരെ കുറിച്ചില്ല. അപ്പോൾ അന്ന് 4 മണി തൊട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഇതിനെയും
പിന്നീട് മറ്റ് ടെലിവിഷൻ ചാനൽസും പല പ്രോഗ്രസീവ് ആയിട്ടുള്ള പൊക്കോട്ട് അവർ ചർച്ചകളും ഹിസ്റ്റോറിയൻസും കൂട്ടി ഇങ്ങനെ നമ്മളെ അവമാനിക്കാൻ വേണ്ടി ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് അതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം നരേന്ദ്രമോദി മീറ്റിംഗ് വന്നപ്പോൾ ഈ 4ാമത്തെ ആർച്ച് അപ്രത്യക്ഷമായി. ഈ 4ാമത്തെ ആർച്ച് അപ്രത്യക്ഷമായിട്ടില്ലെങ്കിൽ എനിക്ക് തീർച്ചയാണ് അദ്ദേഹത്തിന്റെ മെയിൻ നരേറ്റീവ് വന്ന അതായിരിക്കും. പിന്നീട് കർണാടക ഇലക്ഷനിൽ പിന്നീട് BJP തോറ്റ കർണാടകത്തിലെ ഒരു പ്രധാന നരേറ്റീവ് ഇതായിരുന്നിരിക്കും. പക്ഷെ ഇത് ഞാൻ ഈ വീണ്ടും പറയുന്ന വായന, അത് വായനയിൽ നമ്മൾ വായിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടാണ്, ഇൻഫർമേഷന് വേണ്ടിയുള്ള തേഴ്സ്റ്റ് ഉള്ളതുകൊണ്ടാണ്. ഈ 2 സംഭവങ്ങൾ ഇല്ലാത്ത ന്യൂസ് റൂമുകൾ നമ്മൾ ഈ ന്യൂസ് റൂമുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീഡിയ പാർട്ട്നേഴ്സിനോ എന്തൊക്കെ വിളിക്കേണ്ടി വരും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഓരോ ചാപ്റ്ററും ഈ ന്യൂസ് റൂം എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ ഓരോ ചാപ്റ്ററിലും ഇങ്ങനത്തെ കഥകളാണ്. ഞാൻ സമയം കഴിയുന്നു, ഞാൻ ഒരു കഥയെ കൂടെ പറഞ്ഞ് നിർത്താം. ഒരുപാട് കഥകളുണ്ട്, ഒരു കഥയെ കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. അതും കണ്ടംപററി ഇതായിട്ട്, അതായത് എനിക്കൊന്ന് BRP ഭാസ്കർ പേട്രിയറ്റ് ജോലി ചെയ്യുന്ന സമയത്ത് അവരൊരു സപ്ലിമെന്റ് ഇറക്കാൻ, ഒരു വീക്ക്ലി സപ്ലിമെന്റ് പെട്ടെന്ന് എനിക്കൊന്ന് ഇൻഡിപെൻഡൻസ് ഡേയുടെയോ റിപ്പബ്ലിക് ഡേയുടെയോ അനുസരിച്ച് ഇറങ്ങാൻ വേണ്ടി. അപ്പൊ അന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിട്ടില്ല എന്ന് തോന്നുന്നു, അത് ആയോ തീർച്ചയായില്ല. ഇന്ദിരാഗാന്ധി ഷി വാസ് എ ലീഡർ അറ്റ് ദാറ്റ് ടൈം. അപ്പൊ ഇന്ദിരാഗാന്ധി ഒരു ആർട്ടിക്കിൾ കൊടുക്കാമെന്ന് പറഞ്ഞു. അരുണ സഫലിയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്, ശരിയെന്ന്. പക്ഷെ പബ്ലിഷ് ചെയ്യുന്ന 2 ദിവസം മുമ്പ്, ഡെഡ് ലൈൻ 2 ദിവസം മുമ്പ് അപ്പൊ അതിന്റെ റെലവൻസ് കൂടുക. അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് അവർക്ക് തീരെ സമയമില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി കൊടുക്കുകയാണെങ്കിൽ അവരതിന് മറുപടിയായിട്ട് അപ്പൊ അങ്ങനെ ഇന്റർവ്യൂ ആയിട്ട് അപ്പൊ BRP ഭാസ്കറിനെ വിളിച്ച് അരുണ സഫലി പറഞ്ഞു ഇങ്ങനെ, അതുപോലെ ഞാനും ചെയ്യൂല, ഉപചോദ്യങ്ങൾ ചോദിക്കാതെ ഇന്റർവ്യൂ ആരായാലും ശരി ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞെടുക്കും. ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ശ്രമിക്കുകയും ആ ഇന്റർവ്യൂ അവർ ഉപചോദ്യങ്ങൾ അനുവദിച്ചു. അപ്പൊ അത് ഞാൻ പറയുന്നത് ഇന്നത്തെ ഞാൻ ഈ പറഞ്ഞ 80 ഇന്റർവ്യൂകൾ നിങ്ങൾ 80 കാണുന്നുണ്ട് കേട്ടോ. 80 കാണുകയാണെങ്കിൽ നിങ്ങൾ തന്നെ വഴി വെച്ച് കാണാൻ അടിച്ചു കൊല്ലും. അത് ഒരു ഇന്റർവ്യൂ ഈ പറഞ്ഞ നരേന്ദ്രമോദിയുടെ ഒരു ഉപചോദ്യം നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ കഴിയില്ല. 80-നകത്ത് ഒരു ഉപചോദ്യം ചോദിക്കുന്ന ഈ മാങ്ങ കഴിക്കുമ്പോൾ കയ്യിൽ കൂടെ ഒലിച്ചിറങ്ങുകയാണെങ്കിൽ നിങ്ങൾ നക്കിയാണോ കഴുകിയാണോ അത് മാറ്റം ചിലപ്പോൾ ഉപചോദ്യം ഉണ്ടോ? അങ്ങനെയല്ല. ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, ഒരു ഉപചോദ്യമില്ല. മാത്രമല്ല എഴുതി കൊടുത്തുള്ള ഒരു ഇന്റർവ്യൂ, ഈ സംഭവം ഇത് പറയുന്നത് എത്ര. അപ്പൊ അന്ന് BRP ഭാസ്കർക്ക് അദ്ദേഹം ഒരു എഡിറ്റർ പോലും അല്ല, അന്ന് അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടായി. പക്ഷെ ഇന്ന് നമ്മുടെ ഇവിടുത്തെ മാധ്യമ സിംഹങ്ങൾക്ക് ഇതിന് ധൈര്യമില്ല. ഇമെയിൽ ഇന്റർവ്യൂ നടത്തില്ല, നേരത്തെ ചോദ്യം എഴുതാൻ പറ്റില്ല, ഉപചോദ്യങ്ങൾ ഉണ്ടേ പറ്റുള്ളൂ. ഇതൊരു വലിയ പാഠം മാത്രമാണ്. മാത്രമല്ല ഈ ഇന്റർവ്യൂവിനകത്ത് വളരെ മനോഹരമായിട്ടുള്ള, അത് വളരെ കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റ് ആണ്. പക്ഷെ ഞാനത് BRP ഭാസ്കർ നമിക്കുന്നു തന്നെ പറയും. കാര്യം ഇന്ദിരാഗാന്ധി ഇതിനകത്ത് അവര് പ്രൈം മിനിസ്റ്റർ ആയാലും എനിക്ക് തോന്നുന്നില്ല അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇത് 60കളിലല്ലേ. അപ്പം ഇതിനകത്ത് ചിലപ്പോൾ സംസാരിക്കുമ്പം കുറച്ചൊക്കെ ഇൻഡിസ്ക്രീറ്റ് ആവാറുണ്ട് ചില കാര്യങ്ങളൊക്കെ. അപ്പൊ സാധാരണ നമ്മുടെ പത്രക്കാരെന്ന് പറയുന്നത് വല്ലവരുടെ വായിൽ നിന്ന് വല്ലതും വീഴാണെങ്കിൽ അതൊക്കെ എഴുതിയെടുത്ത് മിണ്ടാതിരുന്നിട്ട് പുറത്തു വന്നതെന്ന് വെണ്ടയ്ക്ക വെക്കും, അങ്ങനെയല്ലേ. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഫെയർനെസ് നോക്കണം കേട്ടോ. അത് അദ്ദേഹം എന്തിനാ വെച്ചു, നിങ്ങൾക്ക് ഇതൊക്കെ പറയണം, തീർച്ചയാണ് ഇങ്ങനെയൊക്കെ പറയണം. അപ്പൊ ഇന്ദിരാഗാന്ധി വീണ്ടും നോക്കിയിട്ട് അതിനകത്ത് 2 പറഞ്ഞ കോൺട്രവേഴ്സ്യൽ കാര്യം അത് പറഞ്ഞില്ല, ഞാൻ അറിയാതെ പറഞ്ഞാണ്, അത് മാറ്റിയിരിക്കും. 3ാമത് കോൺഗ്രസിനകത്തുള്ള തർക്കങ്ങളെ കുറിച്ച് അവർ ദാറ്റ് യു ക്യാൻ ഗോ അഹെഡ്. ഇതൊരു പത്രധർമ്മത്തിന്റെ ഒരു വളരെ ഒരു എന്താ പറയുക, ഇറ്റ്സ് എ പിന്നക്കിൾ ഓഫ് ഒരു എത്തിക്സ് എന്ന് പറയുന്നതാണ്. എത്ര പേർക്ക് ഇത് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്തെങ്കിലും വളരെ അരോചകമായിട്ടോ അയുക്തമായിട്ടോ പറയണമെങ്കിൽ നമ്മുടെ കടമയാണ് നമ്മൾ വീണ്ടും താങ്കൾ തീർച്ചയായും ഇത് പറഞ്ഞാൽ. പക്ഷെ ഇതൊരു കോൺട്രവേഴ്ഷ്യൽ. ഞാൻ മലയാളത്തിലെ ചില പ്രമുഖമായ പത്രപ്രവർത്തകർ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അവർ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ എന്ത് പറഞ്ഞു വി വിൽ റിപ്പോർട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് വലിയൊരു പ്രശ്നം. പണ്ട് ദേവിലാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങിന് കുറെ ജേർണലിസ്റ്റുകൾ വെച്ച്, ദേവിലാലിനെ കുറിച്ച് നമ്മുടെ ജനറേഷൻക്ക് അറിയും, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ലായിരിക്കും. അദ്ദേഹം കുറച്ചൊക്കെ ലൂസ് ടോക്ക് നടത്തുന്ന ഒരു മനുഷ്യനാണ്. പല വാക്കുകളും നമ്മൾ സാധാരണ സഭ്യതരമായ വാക്കുകളും അദ്ദേഹം ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം BP ന്യൂസിനെ കുറിച്ച് ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് അദ്ദേഹം ചില വാക്കുകൾ ഉപയോഗിച്ചു. ചില പത്രങ്ങൾ, വളരെ പ്രമുഖരായ പത്രങ്ങൾ പിറ്റേ ദിവസം അത് റിപ്പോർട്ട്, വലിയ പ്രശ്നമായി, രാഷ്ട്രീയ പ്രശ്നമായത്. അപ്പൊ ഞാൻ അന്ന് ഇതൊക്കെ ഞാനൊക്കെ വായിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ന്യൂസ് റൂം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ അന്ന് ഈ ന്യൂസ് റൂം വായിച്ചിട്ടായിരുന്നെങ്കിൽ, ഞാനാണ് ആ എഡിറ്റർ സ്ഥാനത്തെങ്കിൽ ഐ വുഡ് നോട്ട് എ ക്ലിയർ ദാറ്റ് കോപ്പി. ഞാൻ പറയും ഗോ ബാക്ക് ആൻഡ് ആസ്ക് ദേവിലാൽ, നിങ്ങൾ ഇതൊരു പ്രൈവറ്റ് കോൺവെർസേഷൻ പറഞ്ഞാണോ, നിങ്ങൾക്ക് VPCക്ക് ഇങ്ങനെയൊക്കെ വിളിക്കണം, പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നത് തീർച്ചയായിട്ടും ചെയ്തതാണോ എന്നുള്ളത്. ഇതൊരു വലിയ പാഠമാണ്. അപ്പൊ ഈ ന്യൂസ് റൂം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിനകത്ത് ഇങ്ങനത്തെ ഒരുപാട് പാഠങ്ങൾ, നിങ്ങളെല്ലാവരും വീണ്ടും നിങ്ങളുടെ മക്കളെ ചെറുപ്പങ്ങളെ വായിപ്പിക്കണം. അത് പത്രപ്രവർത്തനം അല്ല, അതൊരു പൗരന്റെ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ പ്രധാനമന്ത്രി ഡ്യൂട്ടി എന്നപ്പോഴും പറയും, അതല്ല, ഒരു പൗരന്റെ റെസ്പോൺസിബിലിറ്റി, ഒരു വായനക്കാരന്റെ റെസ്പോൺസിബിലിറ്റി, ഇതെല്ലാം അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സമയക്കുറവ് മൂലം നിർത്തും. താങ്ക് യു വെരി മച്ച്.